അപ്പോൾ നമുക്ക് നല്ലൊരു ഡ്രൈ ബീഫാണ് ഉണ്ടാക്കുന്നത്. 1.25 കിലോ ആണ് കഴുകി വെച്ചിരിക്കുന്നത്. അത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി ഇതൊക്കെ കൂടി ചൂടാക്കി കുറച്ച് വെള്ളമൊഴിച്ച് കുതിർത്തി വെച്ച് അതിന് ശേഷം ആ ബീഫിലേക്ക് ചേർക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി കൂട്ടി തിരുമ്മി അതിന് ശേഷം ആ ബീഫിലും മുളകിൻ്റെ കൂടെ നന്നായി പുരട്ടി കൂട്ടി തിരുമ്മി വെക്കണം. അത് കൂട്ടി തിരുമ്മി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാരണം അത് നന്നായി പിടിക്കുമല്ലോ, അതിൻ്റെ ടേസ്റ്റുകളൊക്കെ ഉപ്പും മുളകും എല്ലാം നന്നായി പിടിക്കും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഞാൻ മക്കൾക്ക് ഗൾഫിലേക്ക് കൊടുത്തു വിടാം. അതിന് കുക്കറിൽ വെച്ച് നന്നായി വേവിച്ചതിന് ശേഷം വേവിച്ച് വരുമ്പോൾ തുറക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളം കുറച്ച് വറ്റണം. അപ്പം അതിന് മുന്നേ നമ്മൾ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി വഴറ്റി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞളും മസാലയും വീണ്ടും ഇട്ട് അതിലേക്ക് ഈ ബീഫ് കൊട്ടിയതിന് ശേഷം വറ്റിച്ചെടുക്കണം. നല്ലപോലെ ഡ്രൈ ആവണമെങ്കിൽ കുറച്ച് ഇടയ്ക്ക് വെളിച്ചെണ്ണ കുറേശ്ശെ ചേർത്ത് ചെയ്താൽ മതി. അടിപൊളി ടേസ്റ്റാണ്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് നല്ലോണം കഴിക്കാൻ തോന്നും. നമ്മുടെ റിലേറ്റീവ്സിന് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മച്ചി ഉണ്ടാക്കണത്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ലേ? നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് കമൻറ്റ് പറയുക. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.